പക്രുചേട്ടൻ കഥകൾ ഇഷ്ടം പോലെ ഉണ്ട്. പലരും തെറ്റിദ്ധരിച്ചിട്ടും അല്ലാതെയൊക്കെ. ഞങ്ങൾ വേറൊരു പരിപാടിക്ക് പോയപ്പം പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് അവിടെ അടുത്തൊരു വീട്ടിൽ ഞങ്ങളെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ വീട്ടിൽ ചില കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. 9:30 മണിയൊക്കെ ആയി. പരിപാടി ഒരു 10-11 മണിയാവും തുടങ്ങാൻ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഇറങ്ങി നടക്കുമെങ്കിൽ പക്രുചേട്ടനെ അങ്ങനെ പുറത്തിറക്കി വിടില്ല. കാരണം എന്താ, പക്രുചേട്ടൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നാൾ പറഞ്ഞ പോലെ പക്രുചേട്ടനെ പെട്ടെന്ന് ആൾക്കാർ എടുത്തുകൊണ്ട് പൊക്കളയും. എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഹെൽത്തിനും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ പക്രുചേട്ടൻ അങ്ങനെ വെറുതെ ഇറങ്ങി നടക്കില്ല. അദ്ദേഹം അവിടെ തന്നെ ഒരു റൂം ചോദിച്ചു, അവിടെ പോയി കിടന്നു. റൂമിലാണെങ്കിൽ കുഞ്ഞു പിള്ളേർ 2 കിടപ്പുണ്ട് അവിടെ, അവരുടെ എങ്ങാണ്ട്. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് പക്രുചേട്ടൻ എന്തെന്നില്ലാത്ത ഒരു ചിരി മുഖത്ത്, ഒരാനന്ദം. ഒരു സുന്ദരിയായ സ്ത്രീ ആ മുറിയിലേക്ക് വന്നു ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട്. വന്നപ്പം പിള്ളേരല്ലേ കട്ടിലേക്ക് കിടക്കണമെന്ന് ഓർത്ത് ആ സ്ത്രീ സാരി മുഴുവൻ ഊരി മാറി ഉടുത്തിട്ട് പോയി. ആ മുറിയിൽ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ